ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 90 പോയിന്റ് ഇടിഞ്ഞ് 24,548 ക്ലോസിംഗ് നൽകി. PSU സെക്ടറിലെ സ്റ്റോക്കുകളിലും FMCG സെക്ടറിലെ സ്റ്റോക്കുകളിലും വന്ന സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. ഇന്ന് അദാനി എൻ്റർപ്രൈസസ്, ഭാരതി എയർടെൽ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ബയർ സൈഡിലായിരുന്നപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, NTPC, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ സെല്ലിംഗ് പ്രഷർ നേരിട്ടു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 2380ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1447ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. ഇന്ത്യ വിക്സ് 0.4% കറക്റ്റ് ആവുകയും ചെയ്തു. 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.32% ഇടിയുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള റഷ്യൻ ക്രൂഡ് കമ്പനിയായ റോസ് നെഫ്റ്റിൽ നിന്നും പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ റിലയൻസ് റോസ് നെഫ്റ്റുമായി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇതുവഴി പ്രതിവർഷം $13 ബില്യൺ വരുമാനമായിരിക്കും റോസ് നെഫ്റ്റ് എന്ന കമ്പനിക്ക് ലഭിക്കുക. ഇവിടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ഡീലായി ഇതിനെ കണക്കാക്കുന്നു. പ്രത്യേകിച്ചും ഉക്രൈനെതിരെ മിലിറ്ററി ആക്ഷൻ തുടങ്ങിയതിന് ശേഷം റഷ്യ ജയിക്കുന്ന അല്ലെങ്കിൽ റഷ്യ നേടുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡീൽ കൂടിയാണിത്. ഈ ഡീലുമായി ബന്ധപ്പെട്ട് റോസ് നെഫ്റ്റ് പ്രതികരിച്ചിട്ടില്ല എങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസ് പറയുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും റിലയൻസ് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഇത്രയും വലിയൊരു ഡീലിൽ എത്തിയത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബയലാട്രൽ റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഓവറാൾ ഇത് ഇന്ത്യയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പല ഏജൻസികളും റഷ്യയിൽ നിന്നുള്ള ക്രൂഡിന് മുകളിൽ ഇമ്പോർട്ട് സാങ്ഷൻ അനുവദിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ലോ പ്രൈസിൽ ഇന്ത്യക്ക് ക്രൂഡ് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ വളർച്ചാ നിരക്ക് കൂടുതലാണ്. ചൈനയിലെ ഡിമാൻഡ് ഒരു സ്ലോ ഡൗൺ ഫേസിലേക്ക് നീങ്ങിയപ്പോൾ എമർജിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസും ഏറ്റവും ഉയർന്ന എനർജി ഡിമാൻഡും ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് 1260 ട്രേഡ് ചെയ്യുന്നു. 1200 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. കൂടാതെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഡീസൻറ്റ് റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.42% ഇടിഞ്ഞ് 4820 ക്ലോസിംഗ് നൽകി. റിലയൻസ് ഇൻഡസ്ട്രീസിനെ പോലെ തന്നെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്കാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസ് വരുന്ന 2 ക്വാർട്ടറിൽ കൂടി മോശമായിരിക്കും എന്ന് കമ്പനിയുടെ CEO പറഞ്ഞതിനെ തുടർന്നാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇവിടെ റൂറൽ ഏരിയയിൽ ബ്രിട്ടാനിയയുടെ സെയിൽസ് ഇംപ്രൂവ് ആകുന്നുണ്ടെങ്കിലും അർബൻ ഏരിയയിലെ ഗ്രോത്ത് സ്ലോ ആയി കഴിഞ്ഞു. കൂടാതെ ഇൻഫ്ലേഷണറി പ്രഷറും ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഹൈക്കും കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2026 ഫിനാൻഷ്യൽ ഇയറോട് കൂടിയാണ് ഒരു റിക്കവറി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ബ്രിട്ടാനിയ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 2025 ജനുവരി മാർച്ച് മാസങ്ങളിൽ കമ്പനിയുടെ പ്രധാന പ്രൊഡക്റ്റുകളായ ബിസ്ക്കറ്റ്, റസ്ക്, കേക്ക് എന്നിവയുടെ പ്രൈസ് ഹൈക്ക് നടത്താനും കമ്പനി ലക്ഷ്യമിടുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മ്യൂട്ടഡ് ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചത്. കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിൽ 5% വളർച്ചയും എബിറ്റയിൽ 16% വളർച്ചയും സെയിൽസ് വോളിയത്തിൽ 8% വളർച്ചയുമാണ് കമ്പനി നേടിയത്. അതേസമയം ഇൻപുട്ട് കോസ്റ്റിലും എംപ്ലോയീസ് ബെനിഫിറ്റിലും വളരെയധികം എക്സ്പെൻസ് ഉയരുകയും ചെയ്തു. ഒക്ടോബർ മാസത്തെ ഓൾ ടൈം ഹൈ ആയ 6470 നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 28% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇവിടെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാം ഓയിലിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന 45% വർധനവും പാം ഓയിലിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തിയതുമാണ്. ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള പല പ്രൊഡക്റ്റുകൾക്കും ഒരു റോ മെറ്റീരിയലായിട്ടാണ് പാം ഓയിൽ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 കമ്പനി 8% വളർച്ചയാണ് നേരിട്ടത്. അതായത് ഗൈഡൻസിനേക്കാൾ താഴ്ന്ന രീതിയിലുള്ള വളർച്ച കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും
റിപ്പോർട്ടുകളിലും ഗൈഡൻസിനേക്കാൾ താഴ്ന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുന്നു. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം 4820 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. 4800 സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായും പ്രവർത്തിക്കുന്നു. ഇവിടെ സ്റ്റാഗേർഡ് മാനറിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്